നാളെ വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മള് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഈ കല്യാണം കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് രാവിലെ കൂടെ സർപ്രൈസ് ആയിട്ട് 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. നാളെ വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസ് ആയിരുന്നു. അപ്പൊ എന്തായാലും സർപ്രൈസ് ആയിട്ട് വരണമല്ലോ അല്ലേ? അടിപൊളി. അങ്ങോട്ടൊരു ചിന്നു അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുത്താൽ തിരിച്ചിങ്ങോട്ടും കിട്ടുമെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ അങ്ങനെ സർപ്രൈസ് തന്നല്ലേ? എന്താണ് പറയാനുള്ളത്? എന്റെ കാര്യത്തിലേക്ക് ഞാൻ ഓൾറെഡി ഞെട്ടി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് രാവിലെ കൂടെ വിളിച്ചത് പറഞ്ഞു ഞാൻ എന്തായാലും വരില്ല, എനിക്ക് വരാൻ പറ്റില്ല, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൾ ഇങ്ങനെ ഒരു പണി നമുക്ക് തിരിച്ചു പണി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പം അത് മാത്രല്ല, എനിക്ക് ശ്രീയുടെ ഹൽദി കൂടണം. അവള് വിളിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും എനിക്ക് ശ്രീയുടെ ഹൽദി കൂടണം. അല്ല, വിളിച്ചിട്ടില്ലാന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പൊ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാ സത്യസന്ധമായിട്ട് ഞാൻ എന്റെ കല്യാണം അവളെ വിളിച്ചില്ല. അവളെ വിളിക്കാണ്ട് വന്ന നാളെയായിരുന്നു പൊളിക്കാൻ ആക്ച്വലി പ്ലാൻ. നാളെയായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും ശ്രീയുടെ ഹൽദി കൂടണം, അവളെ മഞ്ഞൾ തേപ്പിക്കണം, അതെന്റെ ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് ഈ ഒരു അവളെ ഇങ്ങനെ എനിക്ക് കാണണം. അപ്പൊ ഭയങ്കര സന്തോഷം. അതെ വെൽക്കം. സമാധാനം ഒരാളിങ്ങനെ പെടുന്ന കാണുമ്പോൾ സന്തോഷം. ഇല്ല, എന്റെ കല്യാണത്തിന് ഇവർ ആരും വന്നില്ല കേട്ടോ. അതിന്റെ സങ്കടം എനിക്ക് പറയണ്ട. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു. അതെ, സ്വീറ്റ് റിവെഞ്ച്. രണ്ടാളും നമ്മളെ ഡിയറസ്റ്റ് ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ചേട്ടൻ കേട്ടോ, ഞാൻ ചേട്ടന്റെ ഭാഗത്താണ്. നിന്നെ എന്താ ഒരിക്കലും പറയില്ല, ഒരിക്കലും പറയില്ല. നീ പ്രതീക്ഷിച്ചോ? ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത് നീ നാളെ വന്നാ മതി, നാളെ വന്നാ മതി, ഇന്ന് വരരുതെന്നാണ് പറഞ്ഞത്. അത് എടുത്തെടുത്ത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞത് എന്നെ ഇന്നലെ വിളിച്ചു ഐഷു. അബി എനിക്ക് മെസ്സേജ് ജസ്റ്റ് അയച്ചോളൂ. ഐഷു എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എടി നിനക്ക് ടെൻഷൻ ഉണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ അവിടെ മൊത്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. ഇവളുടെ കല്യാണത്തിന്റെ തലേസും ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു, എന്റെ കല്യാണത്തിന്റെ തലേസും ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഇവളുടെ കല്യാണം കൂടുമ്പോഴേ നമ്മള് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഈ കല്യാണം കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹൽദിക്ക് വരണ്ട, കാരണം സംഗീതനും ഇതിനും റിസപ്ഷനും വരണം. അപ്പൊ ഇത്രയും ദിവസം ഇത്രയും ദൂരം വരണം. ചില സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. വെൽക്കം ടു ദ ക്ലബ് ആണ് ആക്ച്വലി. ഞങ്ങളെന്ത് ടെൻഷൻ അടിച്ചാ വന്നറിയോ? ഇവിടെ എന്താ കഴിഞ്ഞു പോവാ, എങ്ങനെയാണ്, എന്താണ് കാലത്തും തുടങ്ങത്തില്ല കഴിയത്തില്ല എന്ന് അറിഞ്ഞൂടെ? അപ്പൊ എന്തായാലും മഞ്ഞളൊക്കെ തേക്കാൻ റെഡിയാണല്ലോ. ലെറ്റും കൂടെ വായിച്ചു കൊടുക്കുക.